ചാരിറ്റിയിൽ എല്ലാ കാലത്തും റിയല് മുൻപന്തിയിൽ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു പുതുമല്ല. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളെ നാട് ഇങ്ങനെയാണ്. പക്ഷെ ഇത് ഞങ്ങൾക്കൊരു വെറൈറ്റി ആയി തോന്നുന്നത് ബിരിയാണി ചലഞ്ച് ഞങ്ങളിതിൽ ആദ്യമായിട്ടാണ്. അത് ഞങ്ങൾ വലിയൊരു വിജയമാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആർട്ടിസ്റ്റ് രാജിന് വേണ്ടി റിയൽ യൂത്ത് സെന്ററും റിയൽ FC തെന്നലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ചിന്റെ പാക്കിങ്ങിന്റെ തിരക്കിലാണ് ഇതിന്റെ പിറകിൽ കാണുന്ന എല്ലാവരും ഉള്ളത്. മലപ്പുറം ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിൽ താമസിക്കുന്ന 1-ാം വാർഡിൽ താമസിക്കുന്ന 19 വയസ്സ് മാത്രം പ്രായമുള്ള ആർട്ടിസ്റ്റ് രാജിന് കഴിഞ്ഞ 10 മാസത്തോളമായി തലച്ചോറിന് ഗുരുതരമായ രീതിയിൽ TP എന്ന മാരക രോഗം ബാധിച്ച് ചികിത്സയിലാണുള്ളത്. സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ കുടുംബത്തിന്റെ ചികിത്സ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഈ കുടുംബത്തെ ചേർത്ത് നിർത്തുവാൻ, ആർട്ടിസ്റ്റിന്റെ ജീവൻ നിലനിർത്തുവാൻ ഒരു അതീവ ജീവൻ മരണ പോരാട്ടത്തിലാണ് ഒരു നാടൊരുമിച്ചുള്ളത്. നമ്മുടെ പാക്കിങ്ങുകളൊക്കെ നല്ല ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 7 മണിക്ക് തുടങ്ങിയ പാക്കിംഗ് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും, ഞങ്ങൾ സീനിയറായിട്ടുള്ള ആളുകളൊക്കെ ഇതിനു വേണ്ടി ഒത്തൊരുമിച്ച് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് ഈ കാണുന്നത്. ആർട്ടിസ്റ്റിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് എല്ലാവരും ഉള്ളത്. നാടൊരുമിച്ച് നിന്ന് ആർട്ടിസ്റ്റിനായി കൈകോർത്ത ഒരു അസുലഭ നിമിഷത്തിലാണ്. പ്രിയപ്പെട്ട റിയൽ ഉസ്മാൻ കണ്ട്, പ്രിയപ്പെട്ട റിയൽ ഉസ്മാൻക്കൊക്കെ ഈ ഒരു ബിരിയാണി ചലഞ്ചിന് ഞങ്ങളോടൊപ്പം ഇടതും വലതും നിന്ന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന ആളുകൂടിയാണ്. റിയലിന്റെ പ്രഥമ പ്രസിഡന്റും സെക്രട്ടറിയും ഒരുമിച്ച് നിന്ന ഒരു നിമിഷം കൂടിയാണ്. പ്രിയപ്പെട്ട സെക്രട്ടറി, എന്താണ് പറയാനുള്ളത് നമ്മളെ ബിരിയാണി ചലഞ്ചിനെ കുറിച്ച്? പ്രിയപ്പെട്ട ഷെരീഫ് വടക്കയിലാണ് റിയലിന്റെ ആദ്യ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച വ്യക്തിത്വം കൂടിയാണ് പ്രിയപ്പെട്ട ഷെരീഫ് വടക്കയിൽ. ഏകദേശം ഇപ്പൊ രാവിലെ 9 മണിയാവുമ്പോഴേക്കും ഒരു 98% ഇതിന്റെ പാക്കിംഗ് പൂർത്തീകരിച്ച് ഇപ്പൊ ഇത് വിതരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇവിടുത്തെ ഒരു കഴിഞ്ഞ 10-14 വർഷമായി തെന്നലയിലെ കലാ, കായിക, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, കാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് റിയൽ യൂത്ത് സെന്റർ. അതിന്റെ പ്രധാന ജനറൽ സെക്രട്ടറി ഞാനും ഉസ്മാനാണ്. അന്ന് തുടക്കമിട്ടത് ഇന്നും അതിങ്ങനെ ഒരു നെറ്റ്വർക്ക്, ഒരു കണ്ണിയായി ഇങ്ങനെ പുതിയ തലമുറ ഏറ്റെടുത്ത് ഞങ്ങൾ തുടങ്ങി വെച്ചതിനേക്കാളും ഗംഭീരമായി ഇന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകും. ഈ ക്ലബിനെ കൊണ്ടുള്ള ഉപകാരം നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും, ഇത് തുടക്കത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇന്ന് നാട്ടിലെ എല്ലാവർക്കും ഗുണകരമായി ഭവിക്കുന്ന തരത്തിൽ പ്രവർത്തനം ക്ലബിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇത് മാത്രമല്ല, കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല, സ്പോർട്സിലായാലും ആർട്സിലായാലും മറ്റ് കൾച്ചറൽ പ്രോഗ്രാമിലായാലും ഒക്കെ തെന്നൽ മികച്ച റിയൽ ബിരിയാണി ചലഞ്ച് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാക്കിംഗ് അവസാന ഘട്ടത്തിൽ എത്തിക്കാണ്ട് നമ്മുടെ നാട്ടുകാരണവരായിട്ടുള്ള പ്രിയപ്പെട്ട മുഹമ്മദാലിയൊക്കെ ഉണ്ട്. മുഹമ്മദിലേക്ക് എന്താ ചലഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്? ബിരിയാണി ചലഞ്ച് ഇതിൽ രാഷ്ട്രീയവും മറ്റുള്ള ഒന്നുമില്ലാതെ എല്ലാ സുഹൃത്തുക്കളും ഒരുപോലെ ഒരുമിച്ച് ഇതിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കുകയാണ്. എല്ലാ പിന്തുണയും എല്ലാവരും വളരെ വലിയ. എന്തായാലും മുഹമ്മദ് അലിക്ക് പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ്, ഒത്തൊരുമയുടെ വിജയമാണ്. ഇന്ന് കൂട്ടായ്മകളൊക്കെ അരുതായ്മയുടെ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പുതിയ കാലത്ത് റിയൽ ഈ നാടിന് മാതൃകയാണ്. ഇന്ന് ഇത്തരം വെറും കലാകായിക സാംസ്കാരിക രംഗങ്ങളിലല്ലാതെ നാടിന്റെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും പട്ടിണി പാവങ്ങളെ ചേർത്ത് നിർത്തിയും ഇതുപോലെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ ചേർത്ത് നിർത്തിയുമൊക്കെ ഇന്ന് നാടിന് തന്നെ മാതൃകയാവുകയാണ് റിയൽ എന്ന ഈ ഒരു കൂട്ടായ്മ. ഞങ്ങളുടെ റിയലിന്റെ പ്രഥമ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഞങ്ങളുടെ അഭിമാനം പ്രിയപ്പെട്ട റിയൽ ഉസ്മാൻ കെയും അതുപോലെ തന്നെ മുജീബാക്കൊക്കെ ചേരുന്നുണ്ട്. ഉസ്മാൻ ഖാൻ ചലഞ്ചിനെ കുറിച്ച് പറയുള്ളത്? ഒരു 13-15 വർഷത്തോളം ഞങ്ങൾ ചാരിറ്റി എല്ലാ കാര്യങ്ങളും ഇത്ര പബ്ലിസിറ്റി എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പിന്നെ ഞങ്ങൾ നാടിന്റെ കൂട്ടായ്മയായിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് എല്ലാവരെയും ചേർത്തിക്കൊണ്ട് ഒരു ബിരിയാണി ചലഞ്ച് വളരെ വിജയകരമായി നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതിൽ പങ്കാളിയായിട്ടുള്ള ആളുകളും പിന്നെ അതുപോലെ ഇതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. പ്രായവ്യത്യാസങ്ങളില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഒരു സഹോദരന്റെ ജീവൻ നിലനിർത്താനുള്ള അതീവ പോരാട്ടത്തിലാണ്. പ്രിയപ്പെട്ട മുജീബാക്ക് അതിന്റെ നമ്മളെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നൽകിയ ആളാണ്. മുജീബാക്ക് എന്താണ് നമ്മളെ അയക്കണം? എന്താ നമ്മളെ ചലഞ്ചിനെ കുറിച്ച്? ഇത് നമ്മളൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഓക്കെ, മുജീബാക്ക പിന്നീട് പ്രതികരിക്കാന്ന് പറഞ്ഞത്
അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലബിന്റെ ഒരുപാട് സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ യുവത്വത്തിന്റെ പ്രസരിപ്പ് പ്രിയപ്പെട്ട ടി വി നൌഷാദ് ചേരുന്നുണ്ട്. എന്താ ടി വി പറയാനുള്ളത് നമ്മളെ ചലഞ്ചിനെ കുറിച്ച്? നമ്മുടെ മാസ് നീക്കന നടത്തിയിട്ടുള്ളത് കാരുണ്യ രംഗത്ത് ഒരുപാട് മാതൃക സൃഷ്ടിച്ച നമ്മുടെ ഈ സംഘടന നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൈമാറി നടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലബിന്റെ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ യുവതലമുറയാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബാബോട്ടത്തിലാണ് നമ്മുടെ റൈമാക്കുണ്ട്. റൈമാക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് പരിപാടി നടത്തിയാലും ഞങ്ങളെ കൂടെ ഇടതും വലതും നിന്ന് അത് വിജയിക്കുന്നത് വരെ ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട റൈമാക്ക. റൈമാക്കത്ത് എന്താണ് നമ്മളെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ്. ഒരു യുവ കൂട്ടായ്മയിൽ അതുപോലെ ഞങ്ങളെ മുതിർന്ന പല ആളുകളും അന്ന് തന്ന ഒരു ബലമാണ് ഇന്ന് ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്.